ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT 5th ചാപ്റ്ററായ മെൻ്റൽ ബിഹേവിയറൽ ആൻഡ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ അകത്ത് F കോഡ്സ് ആണുള്ളത്. F01 to F99 വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് ടേംസ് ആയിട്ട് നമ്മൾ ഫെമിലിയറൈസ് ചെയ്യാനുണ്ട്. ലൈക്ക് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, വിഡ്രോവൽ സിംറ്റം, റെമിഷൻ എക്സെട്ര. അപ്പോൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ CNSനൊക്കെ എന്തെങ്കിലും ട്രിഗർ ചെയ്തിട്ട് ഒരു ടെമ്പററി ചേഞ്ച് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരിക. ലൈക്ക് ഇനി മെൻ്റലോ ബിഹേവിയറലോ ഒരു കോൺഷ്യസ് ലെവലോ ഒരു ടെമ്പററി ചേഞ്ച് ട്രിഗർ ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ലൈക്ക് ആൽക്കഹോൾ. ഇനി വിഡ്രോവൽ സിംറ്റംസ് എന്താണ്? വിഡ്രോവൽ സിംറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഒരു ദിവസം അത് നിർത്തി. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഒരു പ്ലസൻ്റ് അല്ലാത്ത ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കലോ മെൻ്റലോ എഫക്റ്റ് ഉണ്ടാകും. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ വിഡ്രോവൽ സിംറ്റംസ് എന്ന് വിളിക്കുന്നത്. ഇനി കംപ്ലീറ്റ്ലി, അതായത് ഇതിൻ്റെ നമ്മൾ അൺപ്ലസൻ്റ്, അതായത് നമ്മുടെ ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി അങ്ങ് നിർത്തുന്ന സമയത്ത് ഒരു ഡിസപ്പിയറൻസ് ഓഫ് സൈൻ ആൻഡ് സിംറ്റം ഓഫ് യൂസിങ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെമിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിക്കോട്ടിൻ, ഹെറോയിൻ, ടുബാക്കോ, ഡ്രഗ്, ആൽക്കഹോൾ, കൊക്കെയിൻ എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ ഒരു ഗൈഡ് ലൈനെ നമുക്ക് പഠിക്കാനുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ് ദ ഹയസ്റ്റ് സിവിയാരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ നമ്മുടെ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഒക്കെ പറയുന്ന സമയത്ത് അത് യൂസ് ഉണ്ട്, അബ്യൂസ് ഉണ്ട്, ഡിപ്പെൻഡൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സിവിയാരിറ്റിയാണ് ഡിപ്പെൻഡൻസ്, അതിൻ്റെ ലോവർ സിവിയാരിറ്റിയാണ് അബ്യൂസ്, അതിൻ്റെ ലോവർ സിവിയാരിറ്റിയാണ് യൂസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ലോവർ സിവിയാരിറ്റിയാണ് യൂസ്, അത് കുറച്ച് ഹയർ ആണ് അബ്യൂസ്, അതിനെ കൂടി ഹയസ്റ്റ് സിവിയാരിറ്റിയാണ് ഡിപ്പെൻഡൻസ്. അങ്ങനെയുള്ള കേസിൽ ഇങ്ങനെ മൂന്നൊരു ഡോക്യുമെൻറ്റിൽ 3 പറഞ്ഞിട്ടുണ്ട്. യൂസും പറഞ്ഞിട്ടുണ്ട്, അബ്യൂസും പറഞ്ഞിട്ടുണ്ട്, ഡിപ്പെൻഡൻസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കോഡ് ചെയ്യണം? ഹയസ്റ്റ് സിവിയാരിറ്റിയാണ് ആദ്യം കോഡ് ചെയ്യേണ്ടത്. ആദ്യം ഹയസ്റ്റ് സിവിയാരിറ്റി ആയ ഡിപ്പെൻഡൻസ് കോഡ് ചെയ്യുക, ദെൻ അബ്യൂസ് കോഡ് ചെയ്യുക, ദെൻ യൂസ് കോഡ് ചെയ്യുക. ഡിപ്പെൻഡൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസ് വെച്ച് വളരെ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതാണ് ഹയസ്റ്റ് സിവിയാരിറ്റി കണ്ടീഷൻ. അബ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അൺകൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കുറച്ചുകൂടി ഒരു ലെസ് സിവിയാരിറ്റി ഉള്ളതാണ്. യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ്, അതാണ് ഏറ്റവും ലോവസ്റ്റ് സിവിയാരിറ്റി യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെന്റിൽ ഇത് 3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹയസ്റ്റ് സിവിയാരിറ്റിയാണ് ആദ്യം കോഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം ലെസ് സിവിയാരിറ്റി ആയ അബ്യൂസ് കോഡ് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് വേണം യൂസ് കോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.